Good morning all. We discuss here some sample programs and the last portion of character arrays. Okay, the listed program here is a program that will convert an inputted characters, that is a string, in uppercase without converted an inputted string into uppercase without using any library functions. So C library have rich of functions and it carries functions for converting the cases to but we don't use such library functions. Otherwise we want to solve the problems without using library functions. Okay, അപ്പോൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് stdio.h വേണം. പിന്നെ കോണിയോ എടുക്കേണ്ട കാര്യമില്ല, ഉബുണ്ടു ആയതുകൊണ്ട്. വോയിഡ് മെയിൻ, ഒരു ക്യാരക്ടർ സ്ട്രിങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 20 സൈസുള്ള ഒരു str എന്ന പേരിൽ ഒരു ക്യാരക്ടർ അരയെ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറയുന്നു. %s ആയതുകൊണ്ട് ആംപർസൻഡ് യൂസ് ചെയ്യില്ല. സ്ട്രിങ്ങിൻ്റെ തുടക്ക അഡ്രസ്സാണ് str, അതുകൊണ്ട് തന്നെ അത് സ്വയം അഡ്രസ്സാണ്. ദ ബേസ് അഡ്രസ് ഓഫ് ക്യാരക്ടർ അരേ ഓർ എനി അതർ അരേ ഈസ് ദ നെയിം ഇറ്റ് സെൽഫ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആംപർസൻഡ് ഇല്ലാതെ str ഇടുന്നു. പിന്നെ ഒരു ലൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ആ സ്ട്രിങ്ങിലൂടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. യാത്ര തുടരുമ്പോൾ എവിടെ നിന്നാണ് യാത്ര പോവേണ്ടത്? i=0, 0th പൊസിഷനിൽ നിന്നും /0 വരെ. /0 ഈസ് എന്താണ്, ഒന്നെങ്കിൽ നമ്മളായിട്ട് കൊടുക്കും ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ /0 ആണോ എന്ന് നോക്കുന്ന വരെയാണ്. കാരണം സ്കാനഫിൽ /0 ആയിരിക്കും എൻഡിങ്. ഓക്കെ, കാരണം ഒരു വൈറ്റ് സ്പേസും കൂടെ അലൗ ചെയ്യില്ല. അപ്പം അങ്ങനെ നമ്മൾ /0 വരെ മൂവ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യാണ് നമ്മളുടെ ഓരോ ക്യാരക്ടേഴ്സും 97 എന്ന ആസ്കി കോഡിനോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൽ സ്മാൾ ലെറ്റർ എക്കോ, അതേപോലെ സിംഗിൾ കോട്ടിൽ തന്നെ സ്മാൾ ലെറ്റർ സെഡിൻ്റെയും ഇടയിലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ആസ്കി കോഡ് ഇടാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൽ ആ ക്യാരക്ടേഴ്സ് ഇടാം. അപ്പോൾ നമുക്ക് പിടികിട്ടും ഇത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണോ എന്ന്. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? -32 ചെയ്തിട്ട് വേണം ആ ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാൻ? പ്രിൻ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. അല്ല, ഇവർ ഈ ഒരു റേഞ്ചിൽ പെട്ടവരല്ല. അപ്പോൾ എന്തായിരിക്കും? അതിനകത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതർ പഞ്ച്വേഷൻസ് ആയിരിക്കും. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ അങ്ങോട്ട് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇതാണെന്ത്. ഇനി ഇതിനൊക്കെ ഇത്രയും കോഡ് ചെയ്യാതെ ഒറ്റ വഴിയുണ്ട്. ടു അപ്പർ ഓഫ് str എന്നുള്ള ഒരു ഫങ്ഷൻ ലൈബ്രറിയിലുണ്ട്, അത് വിളിച്ചാലും മതി. ബട്ട് ഇവിടെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്യരുതെന്ന്. സോ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ C program to check whether the inputted string is palindrome or not. എന്താണ് ഈ പാലിയൻഡ്രോം? ഒരു സ്ട്രിങ്ങും അതിൻ്റെ റിവേഴ്സും സെയിം സ്ട്രിങ് ആണെങ്കിൽ സച്ച് സ്ട്രിങ്സ് ആർ നോൺ ആസ് പാലിൻഡ്രോംസ്. ഓക്കെ, ഇപ്പോൾ ലിറിൽ, അതേപോലെ മലയാളം, ഇതൊക്കെ എന്താണ്? പാലിൻഡ്രോം സ്ട്രിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രിങ് നമ്മൾ ഇതുപോലെ റീഡ് ചെയ്യാം. അപ്പോൾ അതിനത്ര വലിയ പണിയൊന്നുമില്ല. എന്താണ്? str20, പിന്നെ എൻ്റർ എ സ്ട്രിങ് %s str സ്കാനഫിലിടും. അപ്പോൾ സ്ട്രിങ് നമ്മളുടെ കയ്യിൽ കിട്ടി. പിന്നെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. ഓക്കെ, ഇവിടെ ട്രാവേഴ്സ് ചെയ്യുന്നത് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് വരെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ലെങ്ത്ത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ
ലൈബ്രറി ഫംഗ്ഷൻ യൂസ് ചെയ്തു. str_len ഓഫ് str വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് n എന്ന അതിന് വേണ്ടിയിട്ട് n ഒക്കെ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻഡ് I ഉണ്ട് ലൂപ്പിലൂടെ യാത്ര പോകാൻ, n ഉണ്ട് അതിൻ്റെ സൈസ് സ്റ്റോർ ചെയ്യാൻ, f=0 അതൊരു ഫ്ലാഗാണ്. അതായത് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തരം ഫ്ലാഗ്. നമ്മൾ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നിലവിൽ പാലിൻഡ്രോം ആണ് എന്നുള്ള കൺസെപ്റ്റാണ്. 0 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ട്രാവേഴ്സിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ /0 വരെ ആയിരുന്നു മൂവ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് വരെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെങ്ത്ത് ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നത്. ദെൻ I=0 മുതൽ എന്താണ് അതേപോലെ രണ്ട് സൈഡിൽ നിന്നും വരണം. അവരെയാണ് കമ്പയർ ചെയ്യേണ്ടത്. രണ്ട് സൈഡിലെയും ആളുകൾ സെയിം ആണെങ്കിൽ ആ സ്ട്രിങ് പാലിൻഡ്രോം ആണ്. എപ്പോഴാണ് ഒരു ഡിഫറൻസ് വരുന്നത് ആ സമയത്ത് നമ്മൾ ഫ്ലാഗ് സെറ്റ് ചെയ്ത് ബ്രേക്ക് അടിച്ച് പുറത്ത് ചാടും, ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും. ഓക്കെ, ലൂപ്പ് അപ്പം അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് പാലിൻഡ്രോം അല്ല, ഓക്കെ, അല്ലെങ്കിൽ ആണ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇവിടെ കോഡ് തെറ്റിച്ചിട്ടുണ്ട് സംശയമുണ്ട്. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പിൽ തന്നെ ഡബിൾ കൗണ്ടർ വാരിയബിൾസ് മൂവ് ചെയ്യാണ്. അപ്പോൾ ഐയും ജെയും വേണം കേട്ടോ. ജെ അവിടെ ഡിക്ലെയർ ചെയ്യാൻ മറന്നിട്ടുണ്ട്. അപ്പം എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതായിരിക്കാം. അപ്പോൾ അപ്പോൾ I=0, J= എന്താവണം? ലാസ്റ്റ് 1. അതായത് n ആണ് ലെങ്ത് എന്നുണ്ടെങ്കിൽ n-1 ആണ് ജെയുടെ വാല്യൂ. ഇനി ഐയും ജെയും എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ വരെ ആയിരിക്കും ആ ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഐയും ജെയും തുല്യമായ സ്റ്റോപ്പ് ആവും. പിന്നെ അവരെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, പിന്നെ I++ മുന്നോട്ട് പോകും, J-, J ബാക്ക് അടിച്ച് വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് str_i-യും str_j-യും തുല്യമാണോ തുല്യമല്ലേ എന്ന് നോക്കണം. തുല്യമല്ലെങ്കിൽ നമ്മൾ ഫ്ലാഗ് സെറ്റ് ചെയ്യും, പുറത്തേക്ക് വരും. അതായത് പാലിൻഡ്രോം അല്ല എന്ന് ബ്രേക്ക് ചെയ്തു. ഇനി പുറത്ത് വന്നിട്ട് ഈ f=0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പാലിൻഡ്രോം അല്ല. ഓക്കെ, ഇവിടെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് 0 ആണ്, ഇത് 0 ആണെങ്കിൽ പാലിൻഡ്രോം, എൽസ് നോട്ട് പാലിൻഡ്രോം. ഓക്കെ, പ്രോഗ്രാം കഴിഞ്ഞു. Write a C program to find the reverse of a string and print palindrome or not with using another string. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് വേറൊരു സ്ട്രിങ്ങിലോട്ടൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല. സെയിം സ്ട്രിങ്ങിൻ്റെ രണ്ട് സൈഡുകളിലെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്തിട്ടാണ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ കോഡ് വളരെ ഈസിയാണ്. ഒരൊറ്റ ഫോർ ലൂപ്പിൽ ഐയും ജെയും I<j അത് ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എന്താണ് തുല്യമാണെങ്കിൽ അത് പാലിൻഡ്രോം ആണ്, തുല്യമല്ലാത്തൊരു കേസ് വന്ന ഫ്ലാഗ് സെറ്റ് ആവുന്നു. ഫ്ലാഗ് 1 ആണെങ്കിൽ നോട്ട് പാലിൻഡ്രോം, എൽസ് പാലിൻഡ്രോം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ 0 ആണെങ്കിൽ പാലിൻഡ്രോം, എൽസ് നോട്ട് പാലിൻഡ്രോം. കോഡ് ഫുള്ളായിട്ടില്ല കേട്ടോ, കോഡ് ബാക്കിയുണ്ട്. നോട്ട് പാലിൻഡ്രോമും കൂടെ വരണം. ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രിങ് റീഡ് ചെയ്യണം, അതിൻ്റെ റിവേഴ്സും കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രിങ് റീഡ് ചെയ്തു, അതിൻ്റെ റൈറ്റ് എൻഡ് പുതിയൊരു സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് എലമെൻ്റായിട്ട് ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ആ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈക്വൽ ആണെങ്കിൽ പാലിൻഡ്രോമാണ്, അല്ലെങ്കിൽ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടെ റിവേഴ്സ് കാണാൻ പറഞ്ഞു, ചിലപ്പോൾ റിവേഴ്സ് മാത്രം കാണാൻ പറയും. ഓക്കെ, പിന്നെ റിവേഴ്സ് കണ്ടിട്ട് ഒരു പാലിൻഡ്രോമാണോ അല്ലയോ എന്ന് പറയും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, പാലിൻഡ്രോമാണോ അല്ലയോ, പാലിൻഡ്രോം അല്ലെങ്കിൽ റിവേഴ്സ് കാണുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് കാണേണ്ട കോഡ് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ
അപ്പോൾ എനിവേ നമുക്ക് 2 സ്ട്രിങ്ങുകൾ വേണം. STR ആൻഡ് റിവ് രണ്ടും 2020 ആയിട്ട് നമ്മൾ ക്യാരക്ടറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഐയും വേണം, എന്നും വേണം, ജെയും വേണം കേട്ടോ, മറന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വേണം. എൻ്റർ ദ സ്ട്രിങ്. അപ്പോൾ %SL STR. ദെൻ n = STR_LEN ഓഫ് STR. സൈസ് കണ്ടുപിടിച്ചു, നേരത്തെ അതേ ഇതിലേക്ക് മൂവ് ചെയ്യാണ്. For I = n-1, j = 0. j greater than or equal to 0 ആവുന്നത് വരെ j ++ I-. റിവേഴ്സ് ഓഫ് ജെ എന്ന് പറയുന്നത് STR ഓഫ് I ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ലിറിൽ എന്നാണെങ്കിൽ ആ ലാസ്റ്റ് എല്ലാണ് ഫസ്റ്റ് റിവിൻ്റെ ആളായിട്ട് കയറുന്നത്. ഇനി ഇങ്ങനെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഒരു റിവേഴ്സ് എന്ന ക്യാരക്ടറിനെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ എന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം, /0 ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സിസ്റ്റം വേറെ കോഡ് എഴുതിയിട്ടില്ല ഫോർ വെച്ചിട്ട്, അതും എഴുതാം. ഇവരിവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, കമ്പാരിസം ലൈബ്രറി ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. strcmp. ഓക്കെ, കമ്പയർ ചെയ്യുന്നു STR, റിവ്. അപ്പോൾ കമ്പാരിസം 0 റിസൾട്ട് ചെയ്താൽ ആ റിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, തുല്യമാണ്. റിവേഴ്സും സ്ട്രിങ്ങും തുല്യമാണ്. സോ അത് പാലിൻഡ്രോം ആണെന്ന് പറയും. എൽസ് നോട്ട് പാലിൻഡ്രോം എന്ന് പറയും. ഓക്കെ, ഇനി റിവേഴ്സിനെ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. റിവിനെ %S വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പ്രിൻ്റ് ചെയ്താലും മതി. ഓക്കെ, അതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ഹോംവർക്കായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ആദ്യത്തെ പ്രോഗ്രാം കോഡ് എഴുതുന്നു, അവിടെ ഫ്ലാഗ് സെറ്റ് ചെയ്താൽ പിന്നെ റിവേഴ്സിന് വേണ്ട കോഡ് എഴുതുക. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. റൈറ്റ് എ C program to check whether is the string is palindrome or not. If it is not palindrome, find reverse of string without using another array or string. അത് വേറൊരു പോയിൻ്റാണ്. സ്ട്രിങ് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അനദർ റിവ് എന്നുള്ള സ്ട്രിങ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, നേരെ തിരിച്ചിടണം. ഓക്കെ, അത് ട്രൈ ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ ഞാൻ തരും. ഓക്കെ, അടുത്തത് സ്ട്രിങ് മാനിപ്പുലേഷൻ ഫങ്ഷൻസ്. ഇതാണ് ക്യാരക്ടർ അറേയുടെ ലാസ്റ്റ് ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് മാനിപ്പുലേഷൻ ഫങ്ഷൻസ് കുറച്ചൊക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തു. STR_LEN യൂസ് ചെയ്തു, strcmp യൂസ് ചെയ്തു. അങ്ങനെ കുറച്ച് ഫങ്ഷൻസാണ്. ഈ ഫങ്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹെഡർ ഫയലാണ് string.h. ഓക്കെ, അപ്പോൾ #include string.h കൊണ്ടുവന്നാലേ STR_LEN, strcmp ഇതൊക്കെ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ആൾ അവരെവിടെയാണ്, എന്താണ് ദീസ് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ഇൻ ദ ഹെഡർ ഫയൽ ആൻഡ് പർപ്പസ് ഓഫ് മാനിപ്പുലേറ്റിംഗ് സ്ട്രിങ്സ് ഓർ null terminated strings. Some of them are given below. First one, strlen. This function is used to find length of string that it return an integer type length of argument string. Okay, അപ്പോൾ ഒരു ഇൻറ്റിജർ ഐറ്റം റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് റിലേറ്റഡ് ഫങ്ഷനാണ് strlen. എന്തിനാണ്, സൈസ് കണ്ടുപിടിക്കാം. അപ്പോൾ strlenൻ്റെ ബ്രാക്കറ്റിലേക്ക് ഒന്നെങ്കിൽ ഒരു ക്യാരക്ടർ അറേ അല്ലെങ്കിൽ ക്യാരക്ടർ പോയിൻ്റർ നമ്മൾ അസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വാരിയബിൾസ് തന്നെ. അപ്പോൾ ഇവിടെ char st of 20 hello, ദെൻ ആ സ്റ്റീനെ പാസ് ചെയ്യുന്നു. നമുക്ക് ഇൻറ്റ് വാരിയബിളിലേക്ക്, ഇൻറ്റ് എന്നിലേക്ക് നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. ഓക്കെ, ഹെലോൻ്റെ. ഇനി strcpy കോപ്പി ചെയ്യാം. അപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സാണ് കോപ്പി ഫങ്ഷൻ ഉള്ളത്. അതിൽ സെക്കൻഡ് സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് എന്താവും, കോപ്പി ആവും. അപ്പോൾ ഇതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഐറ്റം എപ്പോഴും ഒരു വേരിയബിൾ ആയിരിക്കണം, ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആവരുത്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഒന്നെങ്കിൽ ഒരു വേരിയബിളിലെ കണ്ടൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് സ്ട്രിങ് ലിറ്ററൽ ആവാം.
അപ്പോൾ സെക്കൻഡ് വണ്ണിൽ നിന്നും ഫസ്റ്റ് വണ്ണിലെ വാരിയബിളിലേക്കാണ് ഇവർ കോപ്പി ചെയ്യാം. അല്ലാതെ S1 to S2 അല്ല, S2 to S1 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്വീകരിക്കുന്ന ആൾ എപ്പോഴും ഒരു വാരിയബിൾ ആയിരിക്കണം. കോൺസ്റ്റൻ്റ് ആയ എവിടെ സ്റ്റോർ ചെയ്യും നമ്മൾ? അതില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് മെമ്മറി റെപ്രസെൻറ്റേഷൻ. പിന്നെ വേറൊരു റൂൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോപ്പി ചെയ്യുന്ന ആൾക്കാരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി S1 ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ ഇത് വളരെ ചെറിയൊരു സൈസുള്ള ഒരു അരയും മറ്റൊരു ഇതും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡാറ്റ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കെയർ സ്റ്റാർ പോയിൻ്ററായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. കെയർ സ്റ്റാർ S1 = ഹെലോ, കെയർ സ്റ്റാർ S2 = ഡൽഹി. strcpy രണ്ടുപേരും വേരിയബിൾസാണ്. S1, S2. S2ലെ ഡൽഹി എവിടെ പോയിരിക്കും? ഹെലോക്ക് പകരം S1 പോയിരിക്കും. പിന്നെ S2ന് ചേഞ്ച് ഉണ്ടാവില്ല. S1ലേക്ക് S2 വന്നതുകൊണ്ട് S1ലെ ഹെലോ മാറിയിട്ട് എന്തായി മാറും? ഡൽഹി ആയിട്ട് മാറും. ഇനി മൂന്നാമതൊരു അരയും കൂടെ അവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈസ് 3 ആണ്. അപ്പോൾ ഹെലോ എന്നുള്ള കോൺസ്റ്റൻറ്റിനെ ST എന്ന ഒരു ക്യാരക്ടർ അരയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ HELന് മാത്രമേ സ്പേസ് ഉണ്ടാകത്തുള്ളൂ, കാരണം അത് ആകെ 3 ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. S1ൻ്റെ വാല്യൂ ഹെലോ /0 വെച്ച് അവസാനിക്കും. മറ്റത് ഡൽഹി. ഈ S2 പോയിട്ടാണ് S1ലേക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ S1ഉം S2 എന്തായി മാറി? ഡൽഹി ആയിട്ട് മാറി. ഓക്കെ, ഇനി ST എന്ന് പറയുന്നത് ഹെലോ എന്ന കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്. കണ്ടോ, ഇവിടെ പോയത് എന്താണ്? വാരിയബിളാണ്. ഇവിടെ ഹെലോ എന്ന കോൺസ്റ്റൻ്റ് പോകുന്നു, പക്ഷേ ഇവിടെ സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് 3 പേരെ കയറത്തുള്ളൂ. It is used to copy a string into another string. Normally, the second argument will copy into first argument variable. First argument must be variable of character type. Each argument may be a character variable or a second argument. First argument character array have enough space to hold the second argument. ഇനി നെക്സ്റ്റ് ഐറ്റമാണ് strcat. Cat stands for concatenation. Okay, joining a character array to the end of another character array or append. ഒന്നിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കോൺകാറ്റനേഷൻ അല്ലെങ്കിൽ ജോയിനിങ് ഫങ്ഷനായിട്ടുള്ള strcat നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒന്നെങ്കിൽ രണ്ടും കോൺസ്റ്റൻറ്റുകളാവാം. എന്നിട്ട് ഇവരെ എവിടെ സ്റ്റോർ ചെയ്യും? ഫസ്റ്റ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എപ്പോഴും വാരിയബിൾ ആയിരിക്കണം. രണ്ടിനും പിന്നെന്താണ്, രണ്ട് പേരുടെയും ജോയിനിങ് സ്ട്രിങ്ങിനെ ഇൻക്ലൂഡ് ചെയ്യാൻ കപ്പാസിറ്റിയും ആദ്യ സ്ട്രിങ്ങിന് വേണം. മനസ്സിലായോ? അതായത് ഇത് രണ്ടും അങ്ങ് പ്ലസ് ചെയ്യും. S1ൻ്റെ ബാക്കിൽ S2 അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്യുന്ന ആൾ ഇപ്പം ഇനി സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയാലും വേരിയബിൾ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇയാളിലാണ് ഇത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ സ്റ്റോർ ചെയ്യുന്ന ആൾക്ക് കപ്പാസിറ്റി വേണം. അത്രയും ഐറ്റം മറ്റേ നേരത്തെ കണ്ടില്ലേ, 3ലേക്ക് ഹെലോ പോയപ്പോൾ ഹെൽ എന്നേ ഉള്ളൂ, ലാസ്റ്റ് 2 ക്യാരക്ടേഴ്സ് അവിടെ ഇല്ലാതായി. അപ്പോൾ ആ ഒരു ഉണ്ടാവാതിരിക്കാൻ ഇനഫ് സ്പേസ് S1 ഉണ്ടായിരിക്കണം. പിന്നെ അപ്പോൾ ഇവർ രണ്ടുപേരെയും ജോയിൻ ചെയ്ത് ഇതിലേക്ക് തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് വിത്ത് മെമ്മറി റെപ്രസെൻറ്റേഷൻസ് നോക്കാം. കെയർ സ്റ്റാർ S1 ഹെലോ, കെയർ സ്റ്റാർ S2 ഡൽഹി. രണ്ടുപേരും വേരിയബിൾസാണ്. ദെൻ strcat S1, S2. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് S1 + S2 വീണ്ടും എവിടേക്ക് കയറും? S1ലേക്ക് കയറും. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹെലോ ഡൽഹി എന്നുള്ളത് S1ൻ്റെ പുതിയ വാല്യൂ ആയിട്ട് മാറുകയാണ്. S2ന് മാറ്റമില്ല. ഓക്കെ, S1 is declared as a pointer type character array, hence its size is unlimited, then S1 will hold.
ക്യാരക്ടർ അരയായ പിന്നെ പ്രത്യേകം സൈസൊന്നും പറയണ്ട, എത്ര വേണമെങ്കിലും എക്സ്പാൻഡും ചെയ്യും ഷ്രിങ്കും ചെയ്യും. ഓക്കെ, അപ്പോൾ വേസ്റ്റേജ് ഓഫ് മെമ്മറി നമുക്ക് കുറക്കാം. അതുകൊണ്ടാണ് ഇവിടെ ക്യാരക്ടർ അരയാണ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഇനഫ് സ്പേസ് ഇപ്പോൾ 5 5 10എങ്കിലും ആർക്കിടണം, S1 ഇട്ടിരിക്കണം ക്യാരക്ടർ അരയാണെങ്കിൽ കേട്ടോ. ഇത് പോയിൻ്ററാണ്. ഇനി നെക്സ്റ്റ് ഫങ്ഷനാണ് strcmp. ഇത് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 2 സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യും, ഈക്വൽ ആണോ ലെസ് ആണോ ഗ്രേറ്റർ ആണോ എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ 3 വാല്യൂസാണ് അവർ റിട്ടേൺ ചെയ്യുക. 0 if the both strings are equal. ഇനി S1 ചെറുതാണെങ്കിൽ -1 റിട്ടേൺ ചെയ്യും, S1 ഗ്രേറ്റർ ആണെങ്കിൽ +1 റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും ലിറ്ററൽ ആവാം, രണ്ടും സ്ട്രിങ് ആവാം, എന്തും ആവാം, മിക്സപ്പും ആവാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് കംപ്ലീറ്റ് എന്താണ്, കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഹലോ ഹലോ അരുൺ ബീന, ഹലോ ഹലോ അരുൺ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും സെയിം ആവുമ്പോൾ